Morning, all. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Administration day, okay? എല്ലാവരും nursing administration എടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലെ? കുറച്ച് എന്താ പറയാ ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വായിച്ചു നോക്കിയിരുന്നോ? എത്രത്തോളം വരെ വായിച്ചു നോക്കിയിരുന്നോ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇനി എടുക്കാനുള്ളത് സ്റ്റാഫ് ഡെവലപ്മെന്റ് മുതലാണ് അല്ലെ? കറക്റ്റ് അല്ലേ? സ്റ്റാഫ് ഡെവലപ്മെന്റ് മുതലല്ലേ എടുക്കേണ്ടത്? നിങ്ങൾ എന്നുള്ളതൊന്ന് ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു സ്റ്റാഫുകളെ അല്ലെ, നഴ്സിംഗ് എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്ത ഡ്യൂട്ടികളുള്ളവരുണ്ട്. അപ്പൊ അവരെയൊക്കെയുള്ള അപ്പോയിന്റ്മെന്റ്സ് നമ്മുടെ പേഷ്യൻസിന്റെ അതനുസരിച്ചിട്ട് എത്രത്തോളം പേഷ്യൻസ് ആണ്, അവര് ഏത് തരത്തിലുള്ള പേഷ്യൻസ് ആണ്, അതിനെ ബേസ് ചെയ്ത് സ്റ്റാഫുകളെല്ലാം നമ്മൾ അപ്പോയിന്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഇതുമാതിരി അപ്പോയിന്റ്മെന്റ് ചെയ്ത സ്റ്റാഫുകൾക്ക് നമുക്കറിയാം നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം അവെയർ ആയിരിക്കണം അല്ലെ, എല്ലാത്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. എന്താണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ റിപ്പോർട്ടുകൾ കൊടുക്കണം, പേഷ്യൻസിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, ഡോക്ടേഴ്സിനൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഒരു ബോധ്യം വേണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജോലിക്ക് നിയോഗിക്കുന്ന ഏത് സ്റ്റാഫിനും ആ ജോലി അദ്ദേഹം ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്ന് ഉള്ളത് കൃത്യമായിട്ട് ബോധ്യം വേണം. എങ്കിൽ മാത്രമേ അവർക്കുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പക്ഷെ ആ ഡ്യൂട്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. നോക്കാം എന്താന്നുള്ളത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് which is directed towards the personal as well as the professional growth of nurses and other staffs while they are employed by the healthcare. ഹെൽത്ത് എല്ലാവർക്കും ഓക്കെ കുറവാണ്. നിങ്ങൾ ഒന്നുകൂടി നോക്കാമെന്ന് ഞാൻ ഇച്ചിരി വോയിസ് കൊടുക്കാം. അപ്പൊ അതില് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ള ഇതില് വരുന്നത് പ്രധാനമായിട്ടും ട്രെയിനിങ് ആണ്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ജോലിയുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു പ്രാഥമിക പരിശീലനം, അതാണ് പ്രധാനമായിട്ടും സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് പോയിന്റിലും അത് തന്നെയാണ് പറയുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ്, ഒരു പ്രവർത്തനമാണ് which is directed towards the personal as well as the professional growth of nurses and other staffs while they are employed by the health care. അവിടെയുള്ള ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ നഴ്സുമാര് അവരുടെ ഡ്യൂട്ടി പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു അറിവ്, അതാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഇറ്റ് റെഫേഴ്സ് to all the training and education provided to enhance the job related and personal knowledge, skills and mentalities of Western employees. അതായത് ഒരു പേഴ്സൺസ് അല്ലെ, നമുക്കറിയാം ഒരു അക്കാദമിക് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ടാണ് അവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക, ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വരുന്ന ഓരോ പേഴ്സൺസിനും ചിലപ്പോൾ ഒരുപക്ഷെ നോളജ് ഉണ്ടാവും, പക്ഷെ അതെങ്ങനെയാണ് പ്രാക്ടിക്കലി അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ചിലപ്പോൾ അവർക്ക് നോളജ് അല്ലെ, ആ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവരുടെ ആ കഴിവ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ആ നോളജ് അവർക്കുള്ള ആ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പേഴ്സണലി ആയിട്ട് അവർക്കുള്ള കഴിവ് അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോഴും എന്തൊക്കെ ഡ്യൂട്ടിയാണ് നമ്മുടേതായിട്ടുള്ളത് എന്നുള്ളത് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമാണ് എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ കിട്ടുന്നത്. അപ്പൊ ഇൻ കേസ് നമുക്കറിയാം അവർക്ക് അല്ലെ ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നഴ്സുമാര്
എല്ലാത്തിനെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോഴൊക്കെ എന്താണ് ആക്സിഡന്റ് കേസുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറേണ്ടി വരുമ്പോൾ അവർക്ക് ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്ന വരില്ല. പക്ഷെ അവർ ഏബിൾ ആയിരിക്കും അല്ലെ, ചെയ്യേണ്ട ഡ്യൂട്ടിയിൽ ഏബിൾ ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ എന്താണ് അത് ഫേസ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു മെന്റൽ സപ്പോർട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവിനെയും നോളജിനെയും വളർത്തിയെടുക്കേണ്ട പ്രവർത്തനങ്ങളാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന ഇതില് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഫസ്റ്റ് പാരഗ്രാഫ് എന്നുള്ളത് ക്ലിയർ ആയോ? നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ ആണോ? എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് കിട്ടിയോ? വ്യക്തിപരമായിട്ടുള്ള കഴിവുകളെയും അതേമാതിരി തന്നെ അറിവുകളെയും അതിന് വേണ്ട സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. അതായത് ഡെവലപ്മെന്റ് ഈ പ്രവർത്തനങ്ങളുണ്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എൻഹാൻസ് ദ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി. അതായത് നമുക്കൊരു കഴിവുണ്ട് അല്ലെങ്കിൽ നോളജ് ഉണ്ട്, അത് നന്നായിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ അപ്പൊ നമുക്കൊരു പേടിയൊന്നും കൂടാതെ നമ്മളുള്ള സമയം വെച്ച് മാക്സിമം അത് ഇപ്പൊ സർവീസ് ആണെങ്കിൽ കൂടി വ്യക്തികളെയൊക്കെ വളരെയധികം സേവനത്തോടു കൂടി നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊണ്ടാണ് സാധ്യമാക്കുന്നത്. ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ പ്രൊഡക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം പല രീതിയിലല്ലേ. ഫസ്റ്റ്ലി നമുക്ക് പെട്ടെന്ന് പ്രൊഡക്ഷൻ ഇത്രത്തോളം ഉത്പാദിപ്പിക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇതിനും കൂടി നമുക്ക് അതിനോട് ഒരു അറ്റാച്ച്മെന്റ്, അത് നമ്മളുടെ ആ ഒരു രീതിയോടുകൂടി അറ്റാച്ച്മെന്റ് വരുമ്പോഴെന്താണ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഏതൊരു സ്ഥാപനത്തിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആവുമ്പോഴും അവിടുത്തെ ആ സേവനവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചെറിയ ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് ഉത്പാദനം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. അത് ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് എന്തിന്റെ സ്റ്റാഫ് ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്. അപ്പൊ നമുക്ക് നഴ്സുമാർക്ക് അല്ലെ അവർക്ക് എന്താണ് ഒരു നല്ല ശുശ്രൂഷയാണ് ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് ഉറപ്പുവരുത്താനായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കുമെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ് സ്റ്റാഫുകൾക്ക് നല്ല പ്രൊട്ടക്ഷൻ അല്ലെ നല്ല സർവീസ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നതോടൊപ്പം തന്നെ ആക്ച്വൽ പേഷ്യന്റ് കെയർ എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായ ശുശ്രൂഷ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനും ഇത്തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത്. തേർഡ് വൺ പറയുന്നത് എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ബൈ സ്റ്റാഫ്. അപ്പോൾ നമുക്ക് ഒരു ജോലിയോടുകൂടി എന്താണ് ഒരു ഇതുണ്ടെങ്കിലല്ലേ ഒരു അറിവ് ഉണ്ടെങ്കിൽ അതിനോട് ഒരു പൊരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടാണ് ജോലിക്ക് നമുക്കൊരു പെർമനന്റ് എംപ്ലോയി ആയിട്ട് കിട്ടുന്നതെങ്കിൽ എന്താണ് അവിടെ നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് നല്ല തൃപ്തിയോട് കൂടിയിട്ട് നമ്മുടെ ജോലി അല്ലെ നമ്മുടെ ആ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ് ജോബ് പ്രകടനം കാഴ്ചവെക്കാനായിട്ടും സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കും എന്നുള്ളത്. ഫോർത്ത് പോയിന്റ് പറയുന്നത് ഓറിയന്റ് പേഴ്സണൽ ടുവേർഡ്സ് their കെയർ ഒബ്ജക്റ്റീവ്സ് ജോബ് ഡ്യൂട്ടീസ് പേഴ്സണൽ പോളിസീസ്. അതായത് നമുക്ക് ഒരു ജോലി അല്ലെ ഒരു ജോലി തരുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള ജോലിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തെങ്കിലും ഇതുകളല്ലേ എന്തെങ്കിലും റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇപ്പൊ പേഷ്യൻസ് വരുമ്പോൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ഒരു വ്യക്തിപരമായിട്ടുള്ള അറിവ് എന്റെ ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ടുകൂടി നമുക്ക് സാധ്യമാക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു സ്റ്റാഫുകൾക്ക് ഒരു ജോലിയോടും കൂടി പൊരുത്തപ്പെടാനായിട്ടുള്ള ഒരു ചെറിയൊരു ട്രെയിനിങ് കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എംപ്ലോയീസിന് നല്ല പ്രൊഡക്ഷൻ അല്ലെ ഒരുപാട് നല്ല ഒരു സർവീസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. നല്ല തരത്തിലുള്ള ശുശ്രൂഷ അത് അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും എന്നതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി നല്ലൊരു സർവീസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. പിന്നെ സംതൃപ്തിയോട് കൂടിയിട്ട് ജോലിയിൽ തുടരാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കടമകളാണ് നിർവഹിക്കേണ്ടത്, എന്തൊക്കെ നയങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് എന്നെല്ലാം കുറിച്ച് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇപ്പൊ സൗണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഓക്കെ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാ. ഓക്കെ ആണെങ്കിൽ ആണെന്ന്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് അല്ലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിലെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമ്മളിപ്പോ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥാപനവും അവർ ചില രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള ട്രെയിനിങ് അല്ലെ ഡെവലപ്മെന്റ് കൊടുക്കുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ചില രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ചിലപ്പോ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2-3 ദിവസമൊക്കെ ട്രെയിനിങ് കൊടുക്കും. ചിലപ്പോൾ എന്താണ് നമുക്കറിയാം ജോലിയിലോ നഴ്സിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ അറിയാം. ആദ്യം തന്നെ അവർ അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇന്റേൺഷിപ്പ് പോലെയുള്ള ഇതുകൾ കിട്ടുക എന്നുള്ളത് എന്താണ്? അവർക്ക് എന്താണ് ജോലിയുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരമാണ്. ചില സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രഷ് എന്താണ് ക്വാളിഫിക്കേഷൻ മാത്രം കഴിഞ്ഞവരായിരിക്കും അപ്പോയിന്റ്മെന്റ്സ് എടുക്കണമെങ്കിൽ അവർക്ക് ചെറിയ ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അഥവാ ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം അല്ലെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾക്ക് വരുമ്പോൾ അറിയാം അവർക്ക് ഇച്ചിരി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ജോബ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡക്ഷൻ ട്രെയിനിങ്, സെക്കൻഡ് വൺ ജോബ് ഓറിയന്റേഷൻ, then third in service education, then continuing education. അങ്ങനെ നാല് തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് ഉള്ളത്. Then first one പറയുന്നത് induction training എന്താണെന്ന് നോക്കാം. Is the training given to new employees by the employer in order to help in adjustment to their new job and familiarities with their work environment and the people who are working around them. അതായത് നമുക്കറിയാം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എംപ്ലോയർ തൊഴിലുടമ എന്താണ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. അത് എന്തിനാ അങ്ങനെ കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയോട് കൂടിയിട്ട് ഒരു ബന്ധം അല്ലെ ഒരു ജോലിയിലുള്ള വർക്കേഴ്സുകൾ അത് ചുറ്റുപാടുമുള്ള ഏത് തരത്തിലുള്ള വർക്കർമാരാണ് ഉള്ളത്. ഡോക്ടേഴ്സ്, നഴ്സുമാർ, മറ്റ് സ്റ്റാഫുകൾ അവരോടൊപ്പം തന്നെ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ എന്താ പ്രത്യേകത, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസിനോടൊപ്പമാണ് ജോലി ചെയ്യേണ്ടത്. അപ്പൊ ആരോടൊക്കെയാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്. അങ്ങനെ ആ ജോലിയോട് എന്താണ് ബന്ധപ്പെട്ട് തന്നെ അത് റിലേറ്റ് ആവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇൻഡക്ഷൻ ട്രെയിനിങ് ഒരു ട്രെയിനിങ് മെത്തേഡാണ്. സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒരു ട്രെയിനിങ് മെത്തേഡാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ന്യൂ എംപ്ലോയീസ്, പുതിയ എംപ്ലോയീസിന് എംപ്ലോയർ കൊടുക്കുന്ന ഒരു രീതിയാണ്. എന്താണ് അതിൽ ന്യൂ ജോലി അല്ലെ പുതിയൊരു ജോലി ആവുമ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് പോകണം. അവിടെയുള്ള എല്ലാ വർക്കേഴ്സിനോടും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഇൻ കേസ് നമുക്കറിയാം കുറച്ച് നാള് ഒരു നഴ്സിന്റെ ഒപ്പം തന്നെ മറ്റൊരു നഴ്സ് പുതിയൊരു എംപ്ലോയി ആണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവരെങ്ങനെ പേഷ്യൻസിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഡോക്ടേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് അതിന് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ തരത്തിലും കുറച്ച് നാൾ കൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കിട്ടും. ആ ഒരു ട്രെയിനിങ് ആണ് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ജോബ് ഓറിയന്റേഷൻ. ജോബ് ഓറിയന്റേഷനിൽ എന്താ നോക്കാം. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് aware of an individual or of his or her roles, responsibilities and leaderships in the new work situations. ഇതും അങ്ങനെ തന്നെയാണ് പുതിയ വർക്ക് സിറ്റുവേഷനിലേക്ക് അതിൽ പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിയെ നിയമിക്കുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്ന ഡോക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഇൻചാർജുകൾ ഇന്ന റിപ്പോർട്ടുകൾ കൊടുക്കണം, പേഷ്യൻസിൽ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യണം. അങ്ങനെ അവർക്കൊരു നിശ്ചിത റെസ്പോൺസിബിലിറ്റി കൂടി ഏൽപ്പിക്കുകയാണ്, ഉത്തരവാദിത്തങ്ങളോട് ഏൽപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് അവര് ട്രെയിനിങ് പീരീഡിൽ തന്നെ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇവർക്ക് എന്താണ് അതുമായി പൊരുത്തപ്പെട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോകാനായിട്ട് കുറച്ച് നാൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവര് നാച്ചുറലി അല്ലെ സ്വമേധി അവർ നേടിയിരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ it is an individualized training program needed to get a newly hired employee more familiarized with their responsibility. അപ്പൊ ഈ ഒരു ജോലി, ഈ ഒരു ഡെവലപ്മെന്റ് ട്രെയിനിങ് കൊണ്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്താണ്? അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയാണ് നിറവേറ്റാൻ പറ്റുക എന്നുള്ളതൊക്കെ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം കണ്ടതിൽ അവർക്ക് പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഒന്നും ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഓൾറെഡി അല്ലെ അവർ ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽപ്പിക്കാതെ തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് ഇതിൽ ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ. ജോബ് ഓറിയന്റേഷനിൽ അവരെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അല്ലെ ഭയങ്കര പെട്ടെന്ന് തന്നെ ഫസ്റ്റ്ലി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഒരുപാട് പണിഷ്മെന്റും കാര്യങ്ങളൊന്നും പറയില്ലായിരിക്കും. ഒരുപക്ഷെ ആ ട്രെയിനിങ്ങുകളിലൂടെ ഉള്ള റെസ്പോൺസിബിലിറ്റി എങ്ങനെ നിർവഹിക്കാൻ പറ്റും എന്നുള്ളത് അവർക്ക് അതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കാം, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇതിൽ എന്താ പറയുന്നത്? an educational experience planned before to provide in the job setting and closely identified with the service in order to help a person discharge his duties more effectively as a person and as a worker. ഇപ്പൊ നമ്മളൊരു ഏജൻസി, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിയിലൊക്കെ പോയിട്ട് വർക്ക് എക്സ്പീരിയൻസ് നേടാനായിട്ട് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അവരെ ആ ഏജൻസിക്കാര് നേരത്തെ കൂട്ടി അവരെ ഈ വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. അതനുസരിച്ചിട്ട് ആ വ്യക്തിയെ കൊണ്ട് വർക്കുകൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ക്ലോസ്ലി അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് തന്നെ പറയാം. ഒരു ഏജൻസിയിൽ നമ്മൾ ഒരു കുറച്ച് അല്ലെ നമ്മുടെ സമയം, വിലപ്പെട്ട സമയം അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്താ നേടിയെടുക്കുന്നത്? ട്രെയിനിങ് ആണ് നേടിയെടുക്കുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് പ്ലാൻഡ് ബിഫോർ ടു പ്രൊവൈഡ് in the job setting and closely identified with the services in order to help a person discharge his duties more effectively as a person and as a worker. അത് നന്നായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച് അല്ലെ നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തായി? അദ്ദേഹം അതിന് ഏബിൾ അല്ലെ ഒരു തൊഴിലാളിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത? എക്സ്പീരിയൻസ് അവര് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. It is thus a planned instructional or a training program given by an employee agency in the employment setting. അല്ലെ നമ്മൾ ഒരു ഏജൻസി പോയി നമ്മളുടെ എംപ്ലോയ്മെന്റ്, ഫ്യൂച്ചർ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഏജൻസി പോയിട്ട് ട്രെയിനിങ് നേടിയെടുക്കുന്ന ഒരു രീതിയാണ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇതിലെന്താ പറയുന്നത്? is all the learning activities that happen after an individual has completed his basic education. It involves planned learning experiences beyond a basic nursing education program. അതായത് നമ്മളൊരു എഡ്യൂക്കേഷൻ അല്ലെ ഒരു നഴ്സിംഗ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ നേടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് കുറച്ച് നാളത്തെ ഒരു ട്രെയിനിങ് ആവശ്യമാണ്. എന്തായാലും മസ്റ്റ് ആയിട്ടൊരു ട്രെയിനിങ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ട്രെയിനിങ് ഓക്കെ. അപ്പൊ നമ്മള് ലാസ്റ്റ് പോയിന്റിൽ നിൽക്കുകയാണ്. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അല്ലെ നമ്മുടെ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ തുടർന്ന് നമ്മൾ നേടിയെടുക്കുന്ന ഒരു സമ്പാദ്യമാണ് അതിന്റെ എക്സ്പീരിയൻസ്. അപ്പൊ ഈ സോൾ ലേണിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു നല്ല അല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസ് വേണം. ഇപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് സാധാരണയായിട്ട് പഠിച്ചതിന് ശേഷം ഉള്ള ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കുന്ന എന്നുള്ള ഒരു സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അപ്പൊ നമുക്ക് അറിയാം 6 month ഇന്റേൺഷിപ്പ് കിട്ടുക അല്ലെങ്കിൽ 1 year ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ അത് വെച്ചിട്ട് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് കിട്ടിയെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും. നമുക്കപ്പോ
അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇവർക്ക് ഇന്റേൺഷിപ്പ് ഉള്ളവരാണ്, അപ്പൊ അവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും കൂടി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷനെ വളർത്തിയെടുക്കാൻ, അവരുടെ ആ ഒരു നോളജ് അല്ലെങ്കിൽ കഴിവ് വളർത്തിയെടുക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ. ഒന്ന് ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, പിന്നെ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, അത് ഏജൻസികൾ വഴി നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്നത്. ദെൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, എന്താണ് ക്വാളിഫിക്കേഷന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർവീസ് എഡ്യൂക്കേഷൻ നോക്കാം. സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് സേവനമാണ് അല്ലെ, അതിന്റെ ഒരു ചില ഏജൻസികൾ സേവനത്തിന്റെ ബേസിൽ നമ്മൾ ഒരു നിശ്ചിത തുക ഈടാക്കിയിട്ടായിരിക്കും ഈ സേവന പരിധികൾ നമ്മൾ തരുന്നത്, ട്രെയിനിങ്ങുകളൊക്കെ തരുന്നത്. അത് തന്നെയാണ് സേവനത്തിന്റെ രീതിയിൽ നമ്മളുടെ പ്രധാനമായിട്ടും സേവനം ലഭ്യമാക്കുക എന്നുള്ളത്, സേവനത്തോട് കൂടിയിട്ടുള്ള വിദ്യാഭ്യാസം. അതാണ് ഇതിൽ പ്രധാനമായിട്ടും ഹെഡ്ലൈനിൽ പറയുന്നത്. An educational experience planned before to provide in the job setting and closely identified with the service in order to help a person discharge his duties more effectively as a person and as a worker. അതായത് അദ്ദേഹത്തിനുള്ള ക്വാളിഫിക്കേഷൻ അത് എന്താണ്, അത് നമ്മൾ സാധാരണയായിട്ട് ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ അവർക്ക് എക്സ്പീരിയൻസ് വേണം അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് നേടുന്നത്, നമ്മൾ മാക്സിമം കാര്യക്ഷമതയോട് കൂടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് അത് നേടിയെടുക്കുമ്പോൾ, അത് ഏജൻസിക്കാർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, കൂടുതൽ അറിവ് കിട്ടും, അവർക്ക് ഒരു പേടിയില്ലാതെ എവിടെ പോയെങ്കിലും വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത അല്ലെ, അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അതാണ് ഇത്തരത്തിലുള്ള ഏജൻസിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് പ്ലാൻഡ് ബിഫോർ ടു പ്രൊവൈഡ് ഇൻ ദ ജോബ് സെറ്റിംഗ്. ഒരു ജോബ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർക്കറിയാം ഈ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇന്ന എക്സ്പീരിയൻസ് വേണം. ചിലപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അവർക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർ ചാർട്ടേഡ് അല്ലെ CA കാരുടെ അണ്ടറിൽ പോകും. അപ്പൊ അവർക്ക് ഒരു കൂടി എക്സ്പീരിയൻസ് കിട്ടും. അതിനുശേഷമാണ് അവർ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ജോലി പ്രൊവൈഡ് ചെയ്യും. എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികൾ ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പാക്കേജ് ആണ് എന്തെങ്കിലും സർവീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ പ്ലാൻഡ് ഇൻസ്ട്രക്ഷണൽ ആർ ട്രെയിനിങ് പ്രോഗ്രാം. അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാണ്, ഇന്ന രീതിയിലാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. ഇത് ഇവർക്ക് ആർക്കാണ് കൊടുക്കുന്നത്, എംപ്ലോയീസ് ഏജൻസികൾ വഴി നമുക്ക് ലഭ്യമാകുന്നു. ഇതിനു വേണ്ടിയിട്ട് അത് എംപ്ലോയ്മെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ല ഒരു എംപ്ലോയ്മെന്റ് അല്ലെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി നേടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഏജൻസികളിൽ പോയിട്ട് ട്രെയിനിങ് എല്ലാം നേടുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിന്റെ പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാലോ. ജനറേറ്റ് പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. അപ്പൊ ഇൻ കേസ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടി വരികയാണെങ്കിൽ എന്താണ്, ആ ഒരു സ്ഥാപനത്തിന്റെ അന്തരീക്ഷത്തോട് പെട്ടെന്ന് തന്നെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു പേടിയും ഉത്കണ്ഠയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവർക്ക് എന്താണ്, അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല എക്സ്പീരിയൻസ് ട്രെയിനിങ്ങും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ ഫെസിലിറ്റേറ്റ് ഓപ്പൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഇപ്പൊ ഫസ്റ്റ്ലി നമ്മൾ ചില ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയ വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് നാളേക്ക് ഒരു ട്രെയിനിങ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം പുതിയതായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതൊക്കെ എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ടാണ് അല്ലെ, ഡോക്ടേഴ്സിനോടും നഴ്സുമാരോടെല്ലാം അവര് ചോദിച്ചറിഞ്ഞിട്ട് ആശയവിനിമയം നടത്തിയിട്ടാണ് അവരത് സ്വന്തമാക്കുന്നത്. അപ്പൊ ഒരു നല്ലൊരു അല്ലെ മറ്റുള്ളവരോട് ആ ഒരു സഹപ്രവർത്തകരുടെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്താനായിട്ടുള്ള ഒരു ചാനല് തുറന്നു കിട്ടുകയാണ്. Then third one, pass our organizational message to workers. നമുക്കറിയാം എല്ലാ വർക്കേഴ്സിന്റെ ഇടയിലും ഓരോ അല്ലെ സന്ദേശങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഓർഗനൈസേഷൻ പഠിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടാണോ, നിങ്ങൾ ഇത്തിരി കൂടെ കെയർ ചെയ്യണം, ഇന്ന പേഷ്യൻസ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരെ എന്ത് സന്ദേശമായാലും ഡോക്ടേഴ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും
പെരുമാറുക. അപ്പം ഏത് സന്ദേശവും എല്ലാ വർക്കേഴ്സിന്റെ ഇടയിലും ആശയവിനിമയം നടത്തി എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ദെൻ ഈസി ആക്സസ് ടു നോളജ് കോളേജസ് ത്രൂ, അതായത് സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് അറിവ് നമുക്ക് നേടിയെടുക്കാനും അല്ലെ പങ്കുവയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ട്രെയിനിങ് സംബന്ധമായ സമയങ്ങളിലൊക്കെ എന്താണ് എല്ലാവരോടും നല്ല ആശയവിനിമയം നടത്തി അവരോടെല്ലാം, കോളേജസ് എന്ന് പറയുമ്പോൾ സഹപ്രവർത്തകർ, ആ പ്രവർത്തകരോടൊപ്പം തന്നെ അറിവുകളെല്ലാം പങ്കിട്ട് അറിവ് നേടിയെടുക്കാനും പങ്കുവല്ലേ തിരിച്ചു കൊടുക്കാനൊക്കെ തിരുത്താനൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചോദിച്ചറിഞ്ഞ് പരിഹരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതെല്ലാം സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഗുണങ്ങളാണ്. ഓക്കെ, സിമ്പിൾ പോയിന്റ്സ് ആണ്, ജസ്റ്റ് വായിക്കുക. കണ്ടിന്യൂ ചെയ്യാലോ. ചെറിയ പോയിന്റ്സ് ആണ്, നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. അതായത് നമ്മൾക്കറിയാം അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ഉണ്ട് ഇവിടെ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ. അതായത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? അല്ലെ, തീരുമാനങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പേഴ്സൺസ്, അവരാണ് അഡ്മിനിസ്ട്രേറ്റർ. ഭരണ തലത്തിലിരിക്കുന്ന വ്യക്തികൾ അല്ലെ, അവരാണ്. അവരുടെ റോൾ എന്താണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിലുള്ളത് എന്നുള്ളത് നോക്കാം. Use the principle of learning when helping employees to learn new skills or information. ഇപ്പൊ പുതിയ അറിവുകൾ, ഇപ്പൊ പുതിയ ട്രെയിനിങ് കിട്ടുന്ന വ്യക്തികൾക്ക് ഇപ്പൊ നമുക്കറിയാലോ, പുതിയ ഒരു ക്വാളിഫിക്കേഷൻ ഇപ്പോഴത്തെ ഒരു എന്താണ് ജസ്റ്റ് പാസ് ഔട്ട് ആയ വ്യക്തികൾക്ക് എന്തായാലും പഴയവരിൽ നിന്ന് വ്യത്യസ്തമായ അറിവുകളായിരിക്കും ഇച്ചിരി കൂടി കിട്ടുക അല്ലെ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള അറിവുകളൊക്കെ നേടിയായിരിക്കും ഫ്രഷ് ഔട്ട് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ വരും. അപ്പൊ എന്താണ്, അവരിൽ നിന്ന് കുറച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് ഉള്ള നോളജും കൂടി അവർ പങ്കുവെക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു നോളജ്, അറിവുകൾ നമുക്ക് പങ്കുവെക്കാനുള്ള അവസരം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഈ പ്രിൻസിപ്പിൾസ് നമുക്ക് എന്താ ശരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരാണ് നിയമ നടപടികളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു തത്വങ്ങളെല്ലാം പഠിപ്പിക്കാനും അല്ലെ, നമ്മൾ ഉദ്ദേശിച്ച പുതിയ സ്കില്ലുകളെല്ലാം ഈ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന തത്വങ്ങളെല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നേരത്തെ കൂട്ടി പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. യൂസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. അപ്പൊ പുതിയ അറിവുകളും കഴിവുകളും ഒക്കെ വെച്ച് ഇവരിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ പുതിയ തത്വങ്ങളെല്ലാം അത് ലേൺ ചെയ്തെടുക്കാനായിട്ട് ആവർത്തിച്ചെടുക്കാനായിട്ട് ആൾക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് സാധിക്കുമെന്നുള്ളത്. അത് മാത്രമല്ല അവരിൽ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെ, മിക്കവാറും പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർ ഇറക്കുന്നത്. അത് അവരിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫർമേഷൻ. Then uses a teaching technique that strengthen staff. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞാലേ എപ്പോഴും ഇവര് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ പ്രത്യേകത നിയമ നടപടികൾ എപ്പോഴും കൊണ്ടുവരിക, എന്തെങ്കിലും പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറെ തീരുമാനങ്ങളാണ് ഇവർക്ക് എടുക്കേണ്ടി വരിക. അപ്പൊ പുതിയ രീതിയിലുള്ള ടീച്ചിങ് ടെക്നിക്സുകളൊക്കെ എന്താണ് എല്ലാവർക്കും സ്റ്റാഫുകളുടെ ഇടയിലൊക്കെ എത്തിച്ചു കൊടുക്കുക അല്ലെ, അത് ആർജിച്ചെടുക്കുക, അതൊരു ശക്തി പ്രാപിക്കാനായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റാഫ് ഡെവലപ്മെന്റ് കൊണ്ട് സാധിക്കുമെന്നത്. അപ്പൊ പുതിയൊരു പേഴ്സൺസ് ആണ്, ഇപ്പോഴത്തെ ഫ്രഷേഴ്സ് ആണ്, അവര് വന്ന ട്രെയിനിങ് ഒക്കെ നടത്തുമ്പോൾ ഇന്ന രീതിയിൽ അപ്പൊ അവരുടെ ടെക്നിക്സുകളൊക്കെ അല്ലെ, ടീച്ചിങ് ടെക്നിക്സുകളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. Then continuously assess the learning needs of each unit. അപ്പൊ ഓരോ യൂണിറ്റ് നമുക്കറിയാം എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് എല്ലാ യൂണിറ്റുകളിലേക്കും ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കണം, അതനുസരിച്ച് മാനേജ്മെന്റിനെ അറിയിക്കണം അല്ലെ. അപ്പൊ അവര് ഏത് യൂണിറ്റിനെ കുറിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് എവിടെയാണോ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നഴ്സുമാരെ മാത്രമല്ല ഏത് എംപ്ലോയീസിനെയും നമുക്ക് എന്താണ് പുതിയതായിട്ട് സ്റ്റാഫ് ഡെവലപ്മെന്റ് അതായത് അവരുടെ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഏത് യൂണിറ്റിനെയും കണ്ടിന്യൂസ്ലി അത് വിലയിരുത്താനായിട്ട് സാധിക്കുമെന്നുള്ളത്, അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തിപരമായിട്ട് അവർക്ക് കണ്ടെത്താനായിട്ട് അണ്ടർലൈൻ ചെയ്തൊന്നും നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട. കാരണം എന്തായാലും നിങ്ങൾ ഇതെല്ലാവരും പഠിച്ച് മനസ്സിലാക്കി പോകണം. ആക്ച്വലി ഒരു ഡൗട്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി പോകണം. പിന്നെ എക്സാമുകളെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും
മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾ അത് ഓട്ടോമാറ്റിക്കലി ക്യാച്ച് ചെയ്ത് പോകും. പക്ഷെ എല്ലാത്തിനെയും കുറിച്ചും ഇപ്പൊ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്. അതൊരു ട്രെയിനിങ് പാക്കേജ് ആണെന്ന് അറിയണം. പിന്നെ അതിന്റെ ഗുണങ്ങൾ എന്തുകൊണ്ടാണ്, അതൊക്കെ അതിന്റെയൊക്കെ പ്രത്യേകതകളും ഗുണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. അപ്പൊ അവർക്ക് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ട്രെയിനിങ്ങും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ അവയർ അല്ലെ, അതനുസരിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു തരാറുണ്ടെന്ന് പറഞ്ഞാല് നമുക്ക് എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ചാൻസ് മിക്കവാറും ഇപ്പോഴത്തെ ടീച്ചേഴ്സും തരാറുണ്ടോ അങ്ങനെ? സാധാരണയായിട്ട് മെയിൻ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞില്ലേ, നമ്മുടെ ഹൈറാർക്കി ഫങ്ഷൻസിലാണ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാം നമ്മുടെ മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇതില് ഇല്ലാന്നല്ല, മോക്ക് ടെസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതിനെ കുറിച്ചിട്ട് അവെയർ ആവുകയും ചെയ്യും. പക്ഷെ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് പിക്ക് ചെയ്തിടാനായിട്ട് അവിടെ നിന്ന് അല്ലെ, നമ്മുടെ എക്സാം ബോർഡിൽ നിന്ന് വരുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാവുള്ളൂ. അപ്പൊ മിക്കവാറും ഓരോ ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ഏരിയ എന്നാണ് കവർ ചെയ്ത് വരാറ്. ഓരോ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും വെച്ചിട്ടൊക്കെയാണ് ചോദ്യം വരാറ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് ഹൈറാർക്കി എന്നുള്ളത്. പക്ഷെ ഇതിലൊക്കെ ഏതാ ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോഴേ നമുക്കറിയാമോ, ഒന്നോ രണ്ടോ മാർക്കിനാണ് പൊതുവെ ഇത്രയും നേരം പഠിപ്പിച്ചതിൽ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ചാൻസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതാണ് അണ്ടർലൈൻ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതില് നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്, അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരുടെ റോളാണ്, അവരുടെ പങ്ക് എന്താന്നുള്ളത്. ഇതില് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ്, അവർക്ക് എല്ലാം അല്ലെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഓരോ യൂണിറ്റിലും നമ്മൾ എല്ലാ യൂണിറ്റിലും ട്രെയിനിങ് സ്റ്റാഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരെ വിലയിരുത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, അതൊക്കെ ഏത് ഭാഗത്തേക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ മാനേജ്മെന്റിനെ ഇൻഫോം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. അതേമാതിരി തന്നെ നമുക്കറിയാം അല്ലെ, ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ പുതിയ ഫ്രഷേഴ്സ് വരുമ്പോൾ എന്തെങ്കിലും സ്കില്ലിന് അപാകതകൾ ഉണ്ട്, പഴയവർക്ക് അപാകത ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് പാക്കേജ് കൊടുക്കേണ്ടതായിട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്കിൽ ഡെഫിസിറ്റ്. പുതിയ നോളജ് ഒക്കെ നേടി വരുന്നവർ വന്ന് സ്കില്ലുകൾ കാണിക്കുമ്പോൾ അവർ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിൽ സ്പീഡിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു സഹപ്രവർത്തകരുടെ ഇടയിൽ പങ്കുവെക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഇച്ചിരി കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ രീതിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ് അത് നമ്മൾ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ട്രെയിനിങ് പാക്കേജ് ഒക്കെ നിലവിലുള്ള സ്റ്റാഫിനൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കില്ല് ഡെഫിസിറ്റ്. എന്തെങ്കിലും പുതിയ അറിവുകളോ പുതിയ സ്കില്ലുകളെല്ലാം നേടിയെടുക്കാനായിട്ട് അതിന്റെ അപാകതകൾ ഉണ്ടോ എന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്ററിന് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മുടെ എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ കാര്യങ്ങൾ ഓക്കെ ആയി. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ടൈപ്സ് എന്താണ്, അഡ്വാൻറ്റേജസും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണ് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നഴ്സിംഗിന്റെ ആ ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന ശ്രേണി എന്ന് പറയുന്നത് വ്യത്യസ്ത നഴ്സിംഗ് അല്ലെ ഡിഗ്നിറ്റി അവരുടെ അന്തസ്സ് ഉയർത്തുന്നവരാണ് ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക. ചിലപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, സ്റ്റാഫ് നഴ്സിന് അപ്പുറം എന്താണ് സൂപ്രണ്ടന്റന്റുമാരെയും ഡയറക്ടർമാരെയും ഇൻചാർജ് ഉള്ളവരെയും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ഡ്യൂട്ടിയിലും ചിലപ്പോൾ ഉള്ളവരൊക്കെ ഉണ്ടാവും. എനിവേ എന്തായാലും ഈ ഒരു ഹൈറാർക്കിയിൽ ഓരോരുത്തർക്കും എന്താണ് അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. അപ്പോ ഇതിന്റെ ആ ഒരു പാറ്റേൺ നമുക്ക് നോക്കാം. The structure of organization determines the employee behavior through the effect of a role, power, status, responsibility, authority and communication. അതായത് ഇതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് അത് എന്താണ്, ആ ഘടന വരുന്നത് എങ്ങനെയാണ്, ഓരോരുത്തർക്കും അവരുടേതായ പവർ അല്ലെ അവരുടേതായ പങ്കുകളുണ്ട്. ഓരോ ആ സ്ഥാപനത്തില് ആ ഒരു ഹോസ്പിറ്റലില്
അവരുടെ ഒരു റോൾ ഉണ്ട്. എന്ത് റോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോള് നിർവഹിക്കേണ്ടതുണ്ട്. അവർക്ക് അവരുടേതായ ശക്തിയുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, അതോടൊപ്പം തന്നെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതോറിറ്റി അല്ലെ അധികാരങ്ങളുണ്ട്. മീറ്റിംഗ് വിളിച്ചു കൂട്ടാനോ പിരിച്ചുവിടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള അധികാരങ്ങളുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അവർക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ ഇടയിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൈവസി അല്ലെ ഒരു പ്രത്യേക ഡിഗ്നിറ്റി കൂടിയും അവർക്കുണ്ട് എന്നുള്ളത്. അപ്പൊ ദ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ഡിറ്റർമിൻ ദ എംപ്ലോയി behavior through the effects of role, power, status, responsibility, authority, and communication. Nursing is a large department in every hospital, hence it has a hierarchy as the doctors do. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിനുള്ള ഒരു ഹൈറാർക്കി അല്ലെ, ഇപ്പൊ ജൂനിയർ ഡോക്ടേഴ്സ് എന്നുള്ള ഒരു ഭയങ്കര നമുക്കറിയാലോ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ല അല്ലെ. ജൂനിയർ ഡോക്ടേഴ്സ് അവരുടെ സിഗ്നേച്ചറും കാര്യങ്ങളും ഡിസിഷനൊക്കെ എന്താണ് ഫൈനലൈസ് ചെയ്യുന്നത് ഹെഡ് ഓഫ് ദ അല്ലെ അവരുടെ സീനിയർ ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയനോട് കൂടിയിട്ട് ആശയങ്ങളോട് കൂടിയിട്ടായിരിക്കും അവര് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പൊ അത്രയും തന്നെ ഒരു റോള് എന്താണ് നഴ്സിംഗ് ഫീൽഡിലും ഉണ്ട്. അവരുടെ ഹയർ പൊസിഷനിലുള്ളവർക്ക് അത്രയും റോള് തന്നെ നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നഴ്സിംഗ് ഫീൽഡില് വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വിഭാഗീകരണമുണ്ട്. എന്താണ് നഴ്സിംഗ് ഡയറക്ടർ, ഹിയറാർക്കി എന്ന് പറഞ്ഞ ശ്രേണി, അതായത് ടോപ്പ് ലെവലിൽ തുടങ്ങി താഴേക്കുള്ള ലെവലിൽ ഏറ്റവും മേലുദ്യോഗസ്ഥൻ, അതിനുശേഷം സബോർഡിനേറ്റ്, അതിനുശേഷം അങ്ങനെ വരുന്നത് ഫീൽഡ് വർക്കേഴ്സ് വരെയുള്ള ആ ഒരു ശ്രേണി, അതിനെയാണ് ഹൈറാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏറ്റവും ടോപ്പിലുള്ളതാണ് നഴ്സിംഗ് ഡയറക്ടർ, പിന്നെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, പിന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ, അതിനുശേഷം നഴ്സിംഗ് ഇൻചാർജ്, അതിനുശേഷം സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അപ്പൊ നഴ്സ് എന്ന ഒരു കാറ്റഗറി ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഒരു പൊസിഷനിലുള്ള വ്യക്തിയാണ് ആര് നഴ്സിംഗ് ഡയറക്ടർ. അതിനുശേഷമുള്ള അല്ലെ ചുമതലയും അതിനുശേഷമുള്ള അധികാരമുള്ള വ്യക്തിയാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അതിനുശേഷം അധികാരമുള്ള വ്യക്തിയാണ് നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. നിങ്ങൾ ഈ ഒരു പാറ്റേൺ കൃത്യമായിട്ട് ഈ രീതിയിൽ തന്നെ ക്യാച്ച് ചെയ്ത് വെക്കണം. കാരണം ഇതുവരെയും എന്താണ് തെറ്റിച്ച് തന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തരാറുണ്ട്, പാറ്റേൺ തരാറുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ അത് ഏത് ആരുടെ അണ്ടറിലാണെന്ന് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ ഈ ഒരു ഓർഡർ മൈൻഡിൽ വെക്കുക. ഏറ്റവും ടോപ്പില് ഡയറക്ടർ ആണ്, സൂപ്രണ്ടന്റ്, അതിനുശേഷം സൂപ്പർവൈസർ, പിന്നെ ഇൻചാർജ് അല്ലെ ഓരോ വാർഡിന്റെയൊക്കെ ഇൻചാർജ് നഴ്സ്, പിന്നെ സ്റ്റാഫ് നഴ്സ്, ഈ സ്റ്റാഫ് നഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റുമാർ. ഓക്കെ, അതാണ് ആ നഴ്സിംഗ് ശ്രേണി എന്ന് പറയുന്നത്, ഹൈറാർക്കി എന്ന് പറയുന്നത്. എന്നിട്ട് അവരുടെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും മുകളിലുള്ള അധികാരങ്ങളായിരിക്കില്ല ഏറ്റവും താഴെയുള്ളവർക്ക് ഉണ്ടാവുക. ആ താഴെയുള്ളവരുടെ ഡ്യൂട്ടി ആയിരിക്കില്ല മുകളിലുള്ളവർക്ക് ഉണ്ടാകുന്ന ഡ്യൂട്ടി. അവരുടെ ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും, അതോടൊപ്പം തന്നെ ജോലിയും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും ടോപ്പിലുള്ള ആളെ കുറിച്ച് പഠിക്കാം. എന്താണ് നഴ്സിംഗ് ഡയറക്ടർ? അദ്ദേഹത്തിന് എന്താ ഡ്യൂട്ടി നോക്കാം. ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് കോർഡിനേറ്റ് ഹെൽത്ത് സർവീസ്. അതായത് നമുക്കറിയാം ഒരു ഡയറക്ഷൻ, ഒരു അല്ലെ നേർവഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് എല്ലാ സ്റ്റാഫുകൾക്കും. നഴ്സിംഗ് എന്നുള്ള മൊത്തത്തിലുള്ള സ്റ്റാഫുകൾക്ക് ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുക എന്നുള്ള റോള് പ്രദാനം ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ടതും അതും ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് ഡയറക്ടറിന്റെയാണ്. The duties consist of supervising all nursing staff and looking after patient care, as well as administrative functions like record and looking after patient care, as well as like record keeping, budgeting, etc. അതായത് നമ്മള് അദ്ദേഹത്തിന്റെ ഒരു ചുമതല വെച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും ഓവറോൾ സൂപ്പർവൈസ് ചെയ്യുന്നത്, മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറാണ്. എല്ലാവരെയും മേൽനോട്ടം വഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അതിന്റെ കീഴിൽ ഇൻചാർജിൽ ഇപ്പൊ ഏത് ഹോസ്പിറ്റലിൽ ഏത് ഫീൽഡിൽ ചെന്നാലും അവര് എന്താണ് അവർക്ക് മേലെയുള്ള വ്യക്തികളൊക്കെ അനുസരിക്കുന്നുണ്ടോ, അവര് പറയുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് പോയി ഡയറക്റ്റ് ചെയ്യാൻ. ഇൻ കേസ് ഏതെങ്കിലും ഇപ്പൊ ഇൻചാർജ് ഉള്ള ഒരു വാർഡിലാണെങ്കിൽ ഇൻചാർജ് ഉള്ള നഴ്സിന്റെ അണ്ടറിലാണ് അവിടെയുള്ള നഴ്സുമാർ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവരായിട്ട് എന്താണ് ഡിസ്പ്യൂട്ടുകൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മേൽനോട്ടം അതല്ലേ, അതിന് മേലധികാരിയായ വ്യക്തികളുണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, അവരെ അറിയിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെ നമുക്ക് പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഡയറക്ടറിന്റെ അടുത്തേക്ക് ഉള്ള അത് പോകും, അവർക്കാണ് അതിനുള്ള അധികാരം. അതിനുശേഷമാണ് അവര്
ഫൈനലൈസേഷനായിട്ട് നടത്തുന്നതിന്റെ തീരുമാനങ്ങളൊക്കെ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പൊ നേർവഴി നടത്താൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? നഴ്സിംഗ് ഡയറക്ടർ. നഴ്സിംഗ് എന്നുള്ള ഫീൽഡില് ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഏകോപിപ്പിച്ച് സൂപ്പർവൈസ് ചെയ്ത് എല്ലാവരെയും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നഴ്സിംഗ് എന്ന ഫീൽഡ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ പറയാണ് ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ ആസ് വെൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ലൈക്ക് റെക്കോർഡ് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ് എക്സെട്ര. അതായത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണതലത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെ, ഡയറക്ടറിന്റെ ഇടയിൽ നിന്നുകൊണ്ടായിരിക്കും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. നഴ്സിംഗിന്റെ ഒരു മേലധികാരി എന്ന നിലയിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഡയറക്ടറിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എന്താണ് റെക്കോർഡുകൾ ഇതിപ്പം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ബഡ്ജറ്റിങ് ഓരോ നഴ്സിംഗ്മാർക്കും അതിനനുസരിച്ചിട്ടുള്ള ഫിനാൻസും കാര്യങ്ങളും ഓരോ ഫീൽഡിലേക്കും എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഡ്ജറ്റിങ് അല്ലെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളെല്ലാം ഉണ്ടായിരിക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. Then at minimum they require co-workers or a bachelor degree in nursing along with at least 10 years of experience in a team. അതായത് നഴ്സിംഗ് ഡയറക്ടറിന് അതിൻ്റെതായ പൊസിഷൻ നേടിയെടുക്കണേ. നമുക്കറിയാം ഏറ്റവും ടോപ്പ് ലെവലിലുള്ള വ്യക്തിയാണ് അല്ലെ. അപ്പൊ ആ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് നേടിയെടുക്കണമെങ്കിൽ എന്താണ് മസ്റ്റായിട്ടും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം നഴ്സിംഗിന്റെ. അതോടൊപ്പം തന്നെ 10 years എക്സ്പീരിയൻസ് അംഗീകൃത ഫേമുകളിലുള്ള ഒരു 10 വർഷത്തെ നല്ലൊരു എക്സ്പീരിയൻസ് കൂടി ആർക്കുണ്ടായിരിക്കണം? നഴ്സിംഗ് ഡയറക്ടറിന് ഉണ്ടായിരിക്കുന്നുണ്ട്. അറ്റ് മിനിമം ദേ റിക്വയർ co-workers or a bachelor degree or in nursing along with at least 10 years of experience in a named firm. അപ്പൊ അത്രയാണ് നഴ്സിംഗ് ഡയറക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. ദെൻ വീണ്ടും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അങ്ങനെ ചെയ്യാലോ. അദ്ദേഹത്തിന്റെ കഴിഞ്ഞിട്ട് നോക്കി ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഡോക്ടറുടെ ചോദിക്കാം. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ ഫസ്റ്റ് ഡ്യൂട്ടി പറയുന്നത് ടു ഡയറക്റ്റ്, ഓവർസീ ആൻഡ് ഇവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെയും അവര് മൊത്തത്തില് ഓവർസീ ചെയ്യേണ്ടത്, അവരെല്ലാവരെയും മൊത്തത്തില് സൂപ്പർവൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വഴി കാണിച്ച് നിർത്തേണ്ടത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറാണ്. ദെൻ ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സ്റ്റാഫിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ മറ്റേ മിസ് പഠിപ്പിച്ചു അല്ലെ. ഒരു പേഴ്സണെ നിയമിക്കേണ്ടതുണ്ട്. അപ്പൊ സ്റ്റാഫിംഗ് പ്രൊസീജിയറിലൊക്കെ എത്ര ഏത് പേഴ്സൺസിനൊക്കെ എവിടേക്ക് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കണം, അവരെ ഏത് തരത്തിലുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഗൈഡ് ചെയ്യേണ്ടത് മേൽനോട്ടം അല്ലെ നിർവഹിക്കേണ്ടത് നമ്മുടെ സ്റ്റാഫിംഗ് നഴ്സിംഗ് ഡയറക്ടറാണ്. Then third, to set a long-term goal for the ensuring department. അതായത് ആ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് ലോങ് ടേം ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട കാലത്തേക്ക് ഒരു ഗോള്, ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യണം. ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യേണ്ടതും ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പുതിയ കുറച്ചും കൂടി എല്ലാവരുടെയും നല്ല കുഴപ്പമില്ലാത്ത സർവീസ് ആണ് എന്നുള്ളത് എത്തിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നല്ല ഗോളുകൾ അല്ലെ, നല്ല ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. Then arrange and coordinate admission, nursing and patient care procedure. അതായത് നമ്മൾക്ക് എല്ലാവരുടെയും അഡ്മിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നഴ്സിംഗ്മാരുടെ അതേമാതിരി തന്നെ പേഷ്യന്റ് കെയർ പ്രൊസീജിയേഴ്സ് ഒക്കെ നടപടിക്രമങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതിന്റെ കോർഡിനേഷൻ എന്ന ഈ അഡ്മിഷനും കാര്യങ്ങളും എല്ലായിടത്തും ഒരേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലായിടത്തേക്കും ചലിക്കേണ്ട ഒരു പേഴ്സൺ ആണ്. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഒരു അപാകതകൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. നിങ്ങളുടെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് പോകുന്നില്ല, ഈ വാർഡിൽ ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനെ സൂപ്പർവൈസറിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ സൂപ്പർവൈസറിനെ അറിയിക്കുകയോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വ്യക്തികളെ അറിയിച്ച് അതെല്ലാം പരിഹരിച്ചു കൊണ്ടുപോകേണ്ടത് ആരാണ്? നമ്മുടെ ഡയറക്ടറാണ്. അതുകൊണ്ടാണ് പറയുന്നത് കോർഡിനേറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഏകോപിപ്പിക്കുക. അഡ്മിഷന്റെ കാര്യമാണെങ്കിലും പേഷ്യന്റിന്റെ കെയർ പ്രൊസീജിയേഴ്സിന്റെ കാര്യമാണെങ്കിലും പ്രവർത്തനങ്ങളുടെ കാര്യമാണെങ്കിലും എന്താണ്. ഓക്കെ, നെക്സ്റ്റ് സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യൻസ് ഇഷ്യൂസ്. നമ്മൾ പറഞ്ഞു എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ അറൈവ് ചെയ്യുകയാണെങ്കിൽ അല്ലെ ഉണ്ടായി വരികയാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപക്ഷെ ഇവർക്ക് താഴെയുള്ള ഓരോരുത്തരെ അല്ലെ ഡ്യൂട്ടികളിൽ അനുസരിച്ചിട്ട് ഇൻചാർജ് ഉള്ളവർക്കോ സൂപ്പർവൈസേഴ്സോ സൂപ്രണ്ടിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനപ്പുറം വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് നഴ്സിംഗ് ഡയറക്ടർ.
then report to upper management. നമുക്കറിയാം എപ്പോഴും മാനേജ്മെന്റിന്റെ അണ്ടറിലാണ് അല്ലെ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും റിപ്പോർട്ട് എന്തുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുപടി എത്തിക്കേണ്ടത് നഴ്സിംഗ് ഡയറക്ടറിന്റെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. ഒത്തിരിയാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസിലും പറയുന്നത്. ഇതുവരെ വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സ്പീഡ് കൂടുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ എടുത്തോട്ടെ. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഫസ്റ്റ് ഇതില് 1-2 ചാപ്റ്റേഴ്സ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടില്ല അല്ലെ? ഫ്രണ്ട് ഓഫീസ് പറഞ്ഞുതരാം. ഇതൊന്ന് നോട്ട് ചെയ്യണേ. ഫ്രണ്ട് ഓഫീസ് ഇല്ല. പിന്നെ വേറൊരു ഇതും കൂടെയുണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ. നമുക്ക് അത് രണ്ടും കവർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. അപ്പോ ഇതിനോടൊപ്പം നെക്സ്റ്റ് ക്ലാസ് എനിക്ക് തോന്നുന്നു നഴ്സിംഗ് സൂപ്രണ്ടന്റ് വരെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ് അത്രയും വേണ്ടി വരില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി ഫ്രണ്ട് ഓഫീസും കൂടി ഞാൻ 3rd പോയിന്റ് പറയാം കേട്ടോ. ഫ്രണ്ട് ഓഫീസും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്റെ വരുമ്പോൾ എന്താണോ ഫ്രണ്ട് ഓഫീസും കൂടി എടുത്തിരിക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് 3rd പോയിന്റ് നോക്കാം. എന്താണ്? To set long-term goal for the ensuring department. അല്ലെ? ഇതാണ് അതിൽ പറയുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണല്ലോ നമുക്കറിയാം. ഓപ്പറേഷൻ ഏതോ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് യൂറോളജി ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ് നെഫ്രോളജി ഉണ്ടാവും, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ലക്ഷ്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടാവും. അപ്പൊ എന്താണ് ഡയറക്ടറുടെ പൊസിഷനിലുള്ള വ്യക്തികള് എന്താണ് ഓരോരുത്തർക്കും നമുക്കറിയാം ഓരോ ഇതിലും ഓരോ പൊസിഷനിലും ഇങ്ങനെയുള്ള പോസ്റ്റിംഗ് കാര്യങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ കോമൺ ആയിട്ടുണ്ടെങ്കിലും അതനുസരിച്ചിട്ട് ഡീൽ ചെയ്യുള്ളൂ. ഇപ്പൊ കോമൺ ആയിട്ടാണ് എങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എന്താണ് ലക്ഷ്യം നേടിയിരിക്കേണ്ടത്, അവര് ഇത്രയും സ്റ്റാഫിനെ ഇത്ര ടൈമിനുള്ളിൽ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത്തിരി കൂടി എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇത്തിരി കൂടി വികസിപ്പിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നേരത്തെ കൂട്ടി നിശ്ചയിക്കുന്നത് ആരാണ്? നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറാണ്. ഓരോ നഴ്സുമാർക്കും ഡ്യൂട്ടികള് നമ്മള് വീതം വെച്ച് കൊടുക്കുമല്ലേ ഓരോരുത്തർക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മൊത്തത്തിൽ വലിയൊരു ലക്ഷ്യം നേടിയിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്നത്, നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന മാതിരി തന്നെ ഇത്രയും ലക്ഷ്യങ്ങൾ ലോങ് ടൈം ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? സെറ്റ് ചെയ്ത് കൊടുക്കുക ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം. ഇതിന്റെ മീനിങ്സ് അതാണ്. ടു സെറ്റ് ലോങ് ടൈം ഗോൾ എന്ന് വെച്ചാൽ നമ്മള് നടപ്പാക്കി കൊണ്ടുവരിക. ഏറ്റവും ലോങ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നേടേണ്ട ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പ്രവർത്തനം ആരുടെ നഴ്സിംഗ് ഡയറക്ടറുടേതാണ്. അത് എൻഷുർ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ബേസ് ചെയ്തിട്ട് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആയോ?
ഈ ചോദിച്ച ആള് ക്ലിയർ ആണെന്ന് പറയുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്താണെന്നുള്ളത്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു അടുത്ത പൊസിഷനിലുള്ള വ്യക്തിയാണ്. അതായത് ഡയറക്ടറിന് താഴെയുള്ള പൊസിഷനിലുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ കയ്യിൽ ഏത് ചാപ്റ്റർ ആണെന്ന് നോക്കുക. ഹെഡിങ് ഏതാണ്? ഫ്രണ്ട് ഓഫീസർ, ഫണ്ട് ഫ്ലോ ആൻഡ് മാനേജ്മെന്റ്. നിങ്ങളുടെ കയ്യിൽ ഏത് ചാപ്റ്റർ ആണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഹെഡിങ് മാത്രം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഫസ്റ്റ് പേപ്പറിലായിരിക്കും എന്തായാലും. എനിക്ക് തോന്നുന്നു 8th ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കയ്യിൽ അത് തന്നെയാണെന്ന് നോക്കാം. അപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആക്ട് ആസ് ദ സെക്കൻഡ് കമാൻഡ് ഇൻ ദ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഓഫ് ദ ഹോസ്പിറ്റൽ. നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കമാൻഡിംഗ് ഓഫീസർ ആണ്. Okay, then he or she will be held responsible for a management and supervision of nursing services of the different department of the hospital. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റെസ്പോൺസിബിൾ ആകുന്ന, അദ്ദേഹം ഉത്തരവാദിത്തപ്പെടുന്നത് എന്താണ്? മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് നഴ്സിംഗ് സർവീസ് ഓഫ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അവരെ മൊത്തത്തിൽ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ചുമതലയുള്ള വ്യക്തിയാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത്. In all areas of the nursing activity, he or she will help the nursing director and act as a director in the absence of the nursing director. അതായത് നമുക്കറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ അവരുമായിട്ട് മാനേജ്മെന്റിന് എന്തെങ്കിലും ഡീലിങ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. അപ്പൊ ഇൻ കേസ് ഇവര് ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ സൂപ്പർവൈസ് ചെയ്യുക എന്ന ജോലി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ എന്താണ്? നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തിൽ അദ്ദേഹം ചെയ്യേണ്ട ജോലികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിർവഹിക്കേണ്ടത് ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. നമുക്കറിയാലേ, മേലുദ്യോഗസ്ഥന്മാര് ലീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതിനുശേഷമുള്ള ഉദ്യോഗസ്ഥരാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം റിപ്ലൈ കൊടുക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇൻ ഓൾ ഏരിയാസ് ഓഫ് നഴ്സിംഗ് ആക്ടിവിറ്റി ഹി ഓർ ഷീ വിൽ ഹെൽപ്പ് ദ നഴ്സിംഗ് ഡയറക്ടർ. അതേപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെ, ഡയറക്ടറിനെ ഏറ്റവും മുകളിലുള്ള മേലുദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്തു കൊടുക്കേണ്ടതുണ്ടാവും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്, ഇൻ കേസ് ഏതെങ്കിലും ടൈമിൽ അബ്സെൻസും ലീവുകളൊക്കെ വരികയാണെങ്കിൽ ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടതും ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നു. He or she will help the nursing director in his work. നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന, ആരെ? ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then accountable for master rotation of nurses. നഴ്സുമാരുടെ കാര്യം നമുക്കറിയാലേ, ഹോസ്പിറ്റലാകുമ്പോൾ അവർക്ക് റൊട്ടേഷൻ അല്ലെ, ഷിഫ്റ്റ് ഡ്യൂട്ടികൾ വന്നുകൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന ആ റൊട്ടേഷൻ പ്ലാനുകളെല്ലാം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് ആരെ ബേസ് ചെയ്ത്? സൂപ്രണ്ടന്റ് ആണ് റൊട്ടേഷൻ പ്ലാനൊക്കെ മാസ്റ്റർ. ഒരുപക്ഷെ അത് എന്താണ് നമ്മുടെ ഇൻചാർജ് ഉള്ള പേഴ്സൺസ് ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺട്രോളർ ആരാണ്? സൂപ്രണ്ടന്റ് ആണ്. എന്നാണ് പറയുന്നത് അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സസ്. Then check and confirm the duty roster of staff nurses prepared by nursing in charge. Okay, next point പറയുന്നുണ്ട് എന്താണ്? നമ്മുടെ നഴ്സിംഗ് ഇൻചാർജർ ആണ് എന്ത്? ഡ്യൂട്ടി റോസ്റ്റർ, ഓരോ ടൈമുകൾ ഓരോ ദിവസത്തിന്റെയും നഴ്സുമാരുടെ ഡ്യൂട്ടികളെല്ലാം അത് കൈകാര്യം ചെയ്യുന്നത്, അത് കൺഫേം ചെയ്യുന്നത്, അത് സ്ഥിരീകരിക്കുന്നത്, അല്ലെങ്കിൽ ചെക്ക് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നോട്ട് ചെയ്ത് നോക്കുന്നത് ആരാണ്? നമ്മുടെ സൂപ്രണ്ടന്റ് ആണ്. Then എന്താണ്? അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. നമ്മുടെ നൈറ്റ് ഡ്യൂട്ടി അല്ലെ, നൈറ്റ് സൂപ്പർവൈസറിന്റെ റിപ്പോർട്ടുകൾക്കെല്ലാം അധികാരപ്പെടുന്നതും ആരാണ്? ഉത്തരവാദിത്തപ്പെടുന്നതും നമ്മുടെ സൂപ്രണ്ടന്റ് ആണ്. Then organize the staff meeting regularly. അതായത് മീറ്റിങ്ങുകളെല്ലാം റെഗുലർ ആയിട്ട് വിളിച്ചു കൊണ്ടുവരേണ്ടതും ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അത് ടൈം ടു ടൈമില് മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് വിളിച്ചു കൊണ്ടുക.
Then keep the record of staff statistics in connected with the educational programs. അതായത് എന്തെങ്കിലും സ്ഥിരീകരണ വിവരണ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അല്ലെ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥിരീകരണ കണക്കുകളെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ എന്താണ് നമ്മുടെ അല്ലെ പുറത്തുനിന്നൊക്കെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥിരീകരണ കണക്കുകളെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കണക്കുകളെല്ലാം സൂക്ഷിച്ച് റെക്കോർഡ് ചെയ്ത് വിക്കിപീഡിയയിൽ സൂക്ഷിക്കേണ്ടതും ആരാണ്? നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. Then supervise neatness of the ward with the help of a nursing in charge. അപ്പോൾ വാർഡുകളിൽ നഴ്സിംഗ് ഇൻചാർജിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എല്ലാം അല്ലെ വൃത്തിയായിട്ടാണ് കൈകാര്യം ചെയ്തതെന്ന് ഉറപ്പുവരുത്തണം. ദെൻ അതിന്റെ സൂപ്പർവിഷൻ നടത്തുന്നത് സൂപ്രണ്ടന്റ് ആണ്. Then arrange and plan nursing care activities of the ward as per hospital policies and services. അതായത് ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ നടപടികൾ ക്രമങ്ങൾക്ക് അനുസൃതമായിട്ടാണോ സേവനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള പ്ലാനുകൾ അത് എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ളത്, അത് എങ്ങനെയാണ് അല്ലെ മാനേജ്മെന്റ് ഒരു നിശ്ചിത പ്ലാൻ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് ആ സേവനം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് അനുസരിച്ചിട്ട് ആ പ്ലാൻ അറേഞ്ച് ചെയ്യേണ്ടത് നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. അപ്പൊ ഇത്തരം ഡ്യൂട്ടീസ് ആണ് നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ കീഴിൽ വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? സൂപ്രണ്ടന്റ് എന്ന് പറയുന്നത് നഴ്സിംഗ് എന്താണ് ഡയറക്ടറിന് താഴെയുള്ളതാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുക, ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുക, അദ്ദേഹത്തിന്റെ അഭാവത്തില് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെ എന്താ പറയണ മറ്റേ സ്റ്റാഫുകളുടെ റോസ്റ്ററുകളെ ഡ്യൂട്ടി റോസ്റ്റർ അത് അതിന്റെ മേൽനോട്ടം വഹിക്കുക, അതോടൊപ്പം തന്നെ ചെക്ക് ചെയ്യുക, അത് അദ്ദേഹം വിട്ടേക്കുന്ന ഡ്യൂട്ടികൾ കറക്റ്റ് ആണെന്നുള്ളത് കൺഫേം ചെയ്യുക, സ്ഥിരീകരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ റെക്കോർഡുകളെല്ലാം സൂക്ഷിക്കുക, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിക്കുക. പിന്നെ എന്താണ് മൊത്തത്തിൽ ഈ നഴ്സിംഗ് ഇൻചാർജിനോടൊപ്പം തന്നെ നിന്നിട്ട് ക്ലീൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. മാസ്റ്റർ പ്ലാന് അല്ലെ ഒരു മാനേജ്മെന്റ് രീതി അനുസരിച്ചിട്ടുള്ള ആ പ്ലാന് അത് എങ്ങനെയാണ് സർവീസ് കാഴ്ചവെക്കാൻ സാധിക്കുക എന്നുള്ളത് തയ്യാറാക്കുക, അതനുസരിച്ച് ചെയ്യുക. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ ആണോ? സ്പീഡ് കൂടുതലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അപ്പൊ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഫ്രണ്ട് ഓഫീസും കൂടി എടുത്തിരിക്കാം. എന്തെങ്കിലും ചോദിക്കാനോ പറയാൻ ഞാൻ ഇടയ്ക്ക് ലാസ്റ്റ് ടൈമിൽ ഓൺ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ടൈമിൽ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.